ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് 5 വറ്റൽമുളകും 3/4 സ്പൂൺ പച്ചമല്ലിയും 1/4 സ്പൂൺ ജീരകവും ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ആ ജാറിൽ തന്നെ ഇതുപോലെ കുറച്ച് ചെറിയ ഉള്ളിയും 4 അല്ലി വെളുത്തുള്ളിയും ഇതുപോലെ ക്രഷ് ചെയ്ത് എടുക്കാം. ഇനി ഒരു സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞത് മാറ്റി വയ്ക്കാം. ചീനിച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടുമ്പോൾ നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് കറിവേപ്പില ഇടുമ്പോൾ കറിക്കൊക്കെ നല്ല ഒരു ഫ്ലേവർ കിട്ടും. നേരത്തെ ഇട്ടാൽ കറിവേപ്പില അങ്ങ് മൊരിഞ്ഞു പോകും. ഞാൻ ഈ സമയത്താണ് സാധാരണ കറികളിലൊക്കെ കറിവേപ്പില ഇടാറ്. അതിനുശേഷം പാകത്തിന് ഉപ്പും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി എല്ലാം ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകും മല്ലിയും കൂടി ഇട്ട് അതിൻ്റെയും പച്ച ചുവ ഒന്ന് മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇടുന്നത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയുമാണ്. ഇത് ശരിക്കും മൂത്ത് പോകരുത്. ഇതിൻ്റെ പച്ച ചുവ മാറിയാൽ മാത്രം മതി. അങ്ങനെ അതിൻ്റെ പച്ചച്ചുവ മാറിയിട്ടുണ്ടാവും. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ പള്ളിപ്പയറാണ്. അത് 1 ഇഞ്ച് നീളത്തിലരിഞ്ഞ് ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി പാകത്തിന് ഉപ്പും കൂടി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ എരിവിന് വേണ്ടി 1/2 സ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാവുന്നതാണ്. ഞാൻ ചേർത്തിട്ടില്ല. പച്ചമുളകും വേണമെങ്കിൽ ഇടാവുന്നതാണ്. അതിനുശേഷം മൂടി വെച്ച് ആവിയിൽ ഇതുപോലെ വേവിച്ചെടുക്കണം. 1-2 പ്രാവശ്യം ഞാൻ അടപ്പ് മാറ്റി ഇളക്കി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. കൂടെ ഒന്ന് ഇളക്കി പാകത്തിന് ഉപ്പുമൊക്കെ നോക്കിയതിന് ശേഷം അടപ്പ് മാറ്റി ഇതുപോലെ നമ്മൾ ഉലർത്തി എടുക്കണം. ഇപ്പോൾ നമ്മുടെ വെറൈറ്റി പയർ മെഴുക്ക് പുരട്ടി റെഡിയായി. ഇത് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റാണ്. എല്ലാ കൂട്ടുകാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒരു വെറൈറ്റി ആയിക്കോട്ടെ.